ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ഒരുങ്ങിയതാ ബസ്സിൽ വന്നതാണ്. ഒരു ചെന്നൈ ബസ്സായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൈ ഗ്രൗണ്ടിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് കോട്ടക്കലാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. കോട്ടക്കലല്ലേ നമ്മൾ സെൻറ്റർ വരുന്നത്. അപ്പോൾ കോട്ടക്കൽ സ്റ്റാൻഡിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇതാ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഷെസ് ഇതാ ഫുൾ ആക്റ്റീവ് ആണ് ആൾ. അത് നോക്കണ്ട, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. കൂടുതൽ ആളുകളൊക്കെ കാണുമ്പോൾ പിന്നെ ആൾ പക്കാ സൈലൻ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ പോരാൻ. ഷെസൂനായിട്ട് ഒറ്റയ്ക്ക് പോലെ എങ്ങനെ ആയാലും നടക്കില്ല. കാരണം ഓനെ കുറച്ച് കുറുമ്പും വാശിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുവരെ ഇക്കല്ലാതെ ഞാൻ അവനായിട്ട് ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കയും നമ്മളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രിപ്പ് വരുന്നത് കാന്തല്ലൂർ ഭാഗത്തേക്കാണ്, ഇടുക്കി ആ ഒരു ഏരിയക്കാണ്. പിന്നെതാ ഞാൻ ബസ്സൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർ ബസ്സൊക്കെ നല്ലോണം മിനുക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില വീഡിയോസുകളിലൊക്കെ ഈ ഒരു അധികമായിട്ടൊക്കെ വരുന്നുണ്ടല്ലേ. കുറേ ആൾക്കാർ കമൻസൊക്കെ ഇടുമ്പോൾ ഏട്ടാ ഞാനും തന്നെ അതൊക്കെ ശ്രദ്ധിക്കൽ. ഇനിയിപ്പോൾ ബസ്സൊക്കെ എന്തായാലും വീഡിയോ എടുത്തതല്ലേ, അതിൻ്റെ ഒരു എൻട്രിയും കൂടി എൻ്റെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇനി അതായിട്ട് കുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക അതോടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇക്കയുടെ ഫ്രണ്ടാണ് കേട്ടോ അവനാണ് നമ്മളെ പാക്കേജർ. അങ്ങനെ ആളും ഇതാ വഴിയിൽ നിന്ന് കയറിയിട്ടുണ്ട്. ആളിപ്പോൾ കുറച്ച് ഫെയിം ആയതുകൊണ്ട് ആളൊക്കെ കിട്ടാൻ വലിയ പാടാട്ടോ. പാക്കേജൊക്കെ എടുത്തുകൊണ്ട് പോരുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫുള്ള് ഫെയിം ആയിട്ടുണ്ട് ആൾ. അങ്ങനെ നമ്മൾ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സെൻറ്ററിൽ പോയിട്ട് ജസ്റ്റ് സൈനൊക്കെ ചെയ്തിട്ട് വേണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബസ്സിൽ തന്നെ ഇരുന്നോളൂ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇതാ ബസ്സിലൊക്കെ കയറുകയാണ്. പിന്നെ ഫോണിന് മുന്നേ നമുക്ക് എല്ലാവർക്കും കൂടെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി നിന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ കൂടെ ആയിരുന്നു കേട്ടോ. ഷെസ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷഫ്നയുടെ മോനാണ്, എൻ്റെ ഫ്രണ്ടാണ് ഷഫ്ന, അവിടെ മോനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും ഈ ബസ്സിൽ നടക്കുന്ന ഒരു സംഭവം രണ്ടാളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാട്ടൊക്കെ ഞാൻ കോപ്പിറൈറ്റ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് പാട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏർലി മോർണിംഗ് മറയൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെസൊക്കെ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. നമുക്കിവിടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ അങ്ങനെ വരികയാണ് കേട്ടോ. അതാണ് എൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഷെസു എൻ്റെ കൂടെ ഉണ്ട്. ആൾ ഭയങ്കര കുറുമ്പനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഫുള്ള് ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീപ്പിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് നല്ല അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് അവിടെ ഇറച്ചിപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന പ്ലേസൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് പല ടൈപ്പ് ശർക്കരകളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും വെറുതെ കിട്ടണമെന്നൊന്നും വിടരുത് എന്നാണല്ലോ.
അങ്ങനെ ഇവിടുന്ന് ശർക്കര മേക്കിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് വിസിറ്റിംഗ് പ്ലേസൊക്കെ പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട്. കാന്തല്ലൂർ വാട്ടർഫോൾസ് കാണാൻ കേട്ടോ പോണത്. ഭയങ്കര ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഷെസ് വയ്ക്കിയത് അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ല പോസിംഗ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ അവിടെ വലിയൊരു ടാസ്ക് ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. എല്ലാവരും കൈയൊക്കെ പിടിച്ച് ഇറങ്ങാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നേരത്തെ ഇറങ്ങി വന്നത് ഫുള്ള് കയറി പോകണമല്ലോ എന്നുള്ള ചിന്തയിലാട്ടോ എല്ലാവരും പോണത്. അങ്ങനെ നമ്മൾ വണ്ടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഹണി റോക്ക്. ഹണി റോക്കിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഗാർഡനിൽ വന്നതാണ്. അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വേഗം വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് മഴയായിരുന്നു കേട്ടോ. എന്നാലും ബോയ്സൊക്കെ അത് അവിടെ പുറത്തിറങ്ങിയിട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും കളിയും പരിപാടികളൊക്കെയാണ്. കുറേ നമ്മൾ മഴയൊക്കെ തോരുമെന്ന് വിചാരിച്ച് വണ്ടിയിലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മഴയൊന്നും തോരുന്നൊരു ലക്ഷണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് മഴക്കൊന്ന് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. പിന്നെ ഷെസു മഴ കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന വണ്ടിയിൽ അവൻ്റെ ഒരു വാശി കൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ലഞ്ചിന്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വേറൊരു ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നൊരു സ്പോട്ടുണ്ട്. അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവസാനം ശർക്കര വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും ശർക്കരയുടെ ലിക്വിഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള കരിമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം എന്താ ശർക്കര ആയിട്ടുള്ള സംഭവം ഇവിടെ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് മേക്കിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേക്കിംഗ് വീഡിയോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു ട്രെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. അങ്ങനെ അതൊന്നും ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മടിയിൽ ഷെസ് ഉള്ളതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫോൺ എങ്ങാനോ തെറിച്ച് പോകുമെന്നുള്ള പേടിയോണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കലും അതുപോലെ തന്നെ റീൽസ് ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ പരിപാടി. അങ്ങനെ കുറച്ചധികം നേരം നമ്മളിവിടെ നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നല്ല മെമ്മറീസും നമ്മളിവിടെ നിന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് ഈ കനെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ ആണ്. എൻ്റെ ഫോണെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ എന്നുള്ള വീഡിയോ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്തൊക്കെ സൺസെറ്റിൻ്റെ ഒക്കെ ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല അടിപൊളി എൻജോയ് ചെയ്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു മെമ്മറബിൾ മൊമെൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.